ഇന്ന് പത്രവിശേഷങ്ങൾ പറയാൻ എനിക്കൊപ്പം ഉള്ളത് ലിജോ വർഗീസ് ആണ്. ലിജോ വർഗീസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സേതു സൂചിപ്പിച്ച പോലെ തന്നെ പത്രങ്ങളിൽ പ്രധാനമായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനമാണ്. അതാണെന്ന് ഏതാണ്ട് എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അത് വെച്ച് നമുക്ക് പ്രസ് സ്റ്റോപ്പ് തുടങ്ങാം. ഓക്കെ. മാധ്യമം പത്രത്തിലാണ് ഏറ്റവും പ്രധാനമായി ഇന്ന് ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. സർക്കാർ ചോരി എന്നുള്ളതാണ് ഇന്നലെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വാക്ക് തന്നെയാണ്. അത് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹരിയാനയിലേത് സർക്കാർ ചോരി, സർക്കാരിനെ കട്ടെടുത്തു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഹരിയാന വോട്ട് കൊള്ളയുടെ പിന്നാമ്പുറ കഥ പുറത്തുവിട്ട് രാഹുൽ ഗാന്ധി. എ കോൻഹെ എന്ന ഒരു ചിത്രം അതിൽ നമുക്ക് കാണാൻ കഴിയും. അതിലൊരു മോഡലിൻ്റെ ചിത്രമുണ്ട്. ഹരിയാനയിലെ വോട്ട് തട്ടിപ്പ് വിശദീകരിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനം. ബിഗ് സ്ക്രീനിൽ കാണുന്നത് വോട്ട് ചോരിക്ക് ഉപയോഗിച്ച ബ്രസീൽ മോഡലിൻ്റെ ചിത്രം എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് വലിയ തൻവീർ അഹമ്മദിൻ്റെ ബൈലൈനിലുള്ള വലിയ വാർത്തയായി ഇന്ന് മാധ്യമം ഈ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മനോരമയിലേക്ക് വരുമ്പോൾ മനോരമ അത് കുറേ കൂടി ആളുകളെ കണക്ട് ചെയ്യുന്ന തരത്തിലാണ് ആ വാർത്തയെ അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. സീമ സ്വീറ്റി സരസ്വതി എന്നുള്ളതാണ് അതിന് ഹെഡ്ലൈനായി കൊടുത്തിരിക്കുന്നത്. ഹരിയാനയിൽ 25 ലക്ഷം വോട്ടിൻ്റെ കൊള്ളയെന്ന് രാഹുൽ. ആരാണിത് എന്ന് എ കോൻഹെ എന്ന് നേരത്തെ ചോദിച്ച പോലെ തന്നെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. ബ്രസീലിയൻ മോഡലിൻ്റെ ചിത്രവുമായി വ്യാജ പേരുകളിൽ 22 വോട്ടുകൾ എന്നുള്ളതാണ്. രാഹുൽ നിരത്തിയത് ഹരിയാന ആകെയുള്ള വോട്ട് കൊള്ളയുടെ കണക്ക്. 5 ലക്ഷം ഇരട്ട വോട്ട്, ഒരേ വിലാസത്തിലെ കൂട്ടവോട്ടുകൾ ആകെ 19 ലക്ഷം എന്നാണ് രാഹുൽ ഗാന്ധി ഇന്നലെ ആരോപിച്ചത്. ആ കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് വെച്ചിരിക്കുന്നത്. വോട്ടർ പട്ടികയുടെ വിശ്വാസ്യത ഉറപ്പാക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ആ ഉത്തരവാദിത്തം പാർട്ടികളുടെ തലയിൽ കെട്ടിവെക്കാനാണ് കമ്മീഷൻ ശ്രമിക്കുന്നത്. പ്രശ്നം ഞങ്ങൾ പരിഹരിക്കണമെന്നാണെങ്കിൽ അതിനും തയ്യാറാണ്. മുഴുവൻ ഇലക്ട്രൽ ഡേറ്റാ ബേസും തരൂ, പക്ഷേ അതിന് കമ്മീഷൻ തയ്യാറല്ല എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. അങ്ങനെ അതുകൂടി പറഞ്ഞുകൊണ്ടാണ് മനോരമയിൽ ആ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാതൃഭൂമിയിൽ അതിന് രസകരമായൊരു ഹെഡ്ലൈൻ കൊടുത്തിട്ടുണ്ട്. അത് അട്ടിമറിക്കൊരു മോഡൽ എന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പഞ്ചായത്തായി എന്നുള്ള CPM CPI തർക്കം പരിഹരിച്ച അന്നത്തെ ഹെഡ്ലൈൻ പോലെ തന്നെ അട്ടിമറിക്കൊരു മോഡൽ എന്ന ഇതിൽ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഹെഡ്ലൈൻ കൊടുത്തിട്ടുണ്ട്. ഹരിയാനയിലും വോട്ട് കൊള്ള, H-ഫയൽസുമായി രാഹുൽ, 25 ലക്ഷം വ്യാജ വോട്ട്, അതുപോലൊപ്പം തന്നെ തന്ത്രം മുൻപേ പറഞ്ഞോ എന്നുള്ളത്. അതായത് കേരളത്തിൽ നിന്നുള്ള BJP നേതാവായ B ഗോപാലകൃഷ്ണൻ വാക്കുകളടക്കം ഇന്നലെ രാഹുൽ ഗാന്ധി ആ ബൈറ്റ് കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് തന്ത്രം മുൻപേ പറഞ്ഞോ. ഹരിയാനയിൽ വ്യാജ വോട്ടുകളിൽ ഭരണം BJP തട്ടിയെടുത്തുവെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനിയുടെയും BJP നേതാവ് B ഗോപാലകൃഷ്ണന്റെയും പ്രതികരണവും തെളിവായി രാഹുൽ ഗാന്ധി നൽകി എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമി ആ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാന വാർത്ത ഇന്നലെ ഉണ്ടായത് അത് അമേരിക്കയിൽ നിന്നാണ്. അത് ന്യൂയോർക്കിലെ പുതിയ മേയറെ തെരഞ്ഞെടുത്തുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അതിൽ ചന്ദ്രിക പത്രം ഇന്ന് ആ വാർത്ത കൊടുത്തിരിക്കുന്നത് ന്യൂയോർക്കിൻ്റെ മംദാനി എന്നുള്ളതാണ്. ന്യൂയോർക്ക് മേയറാവുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ, ഏറ്റവും പ്രായം കുറഞ്ഞയാൾ. ഭീഷണി ഫലിച്ചില്ല, ട്രംപിന് വൻ പ്രഹരം എന്നുള്ളതാണ് ചന്ദ്രിക ഇന്ന് ഒന്നാം പേജിൽ ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. ദേശാഭിമാനിയും ഒന്നാം പേജിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയായതെന്ന് ഏറ്റവും മുകളിലായി കൊടുത്തിട്ടുണ്ട്. മേയർ തെരഞ്ഞെടുപ്പിൽ മംദാനിക്ക് വിജയം, വെളിച്ചം പരത്തി ന്യൂയോർക്ക് എന്നുള്ളതാണ് ഇന്ന് അതിനായി ഹെഡ്ലൈനായി കൊടുത്തിരിക്കുന്നത്. ദേശാഭിമാനി എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ട്രംപിന് കനത്ത തിരിച്ചടി എന്ന് അതിൽ പറയുന്നുണ്ട്. മാതൃഭൂമി പത്രത്തിൻ്റെ ഏറ്റവും പുറകിലായി, അതായത് വിദേശം കൈകാര്യം ചെയ്യുന്ന 14-ാം പേജിൽ ആ വാർത്ത ഒന്നാം പേജിലുണ്ട്. കുറേ കൂടി ഡീറ്റെയിൽ ആയി ആ വാർത്ത അവസാന പേജിൽ കൊടുത്തിരിക്കുന്നു. റാപ്പറായി മേയർ എന്നുള്ളതാണ് അതിന് ഇന്ന് കൊടുത്തിരിക്കുന്ന ഹെഡ്ലൈൻ. അതിൽ തന്നെ യുഗാണ്ടയിൽ ജനനം, ഇടതുപക്ഷത്തേക്ക് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. മീര റാമ മെഹ്മൂദ് എന്ന 3 അച്ഛനും അമ്മയും ഒക്കെ അവരുടെയൊക്കെ പേരുകൾ ചേർത്തുകൊണ്ടാണ്, ഭാര്യയുടെയും പേരൊക്കെ ചേർത്തുകൊണ്ടാണ് ഒരു ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. ഡെമോക്രാറ്റുകളുടെ മടങ്ങിവരവ് എന്നുകൂടി ഒരു ഹെഡ്ലൈനിൽ മറ്റൊരു വാർത്ത കൂടി ഇന്ന് മാതൃഭൂമി കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ മേയർ തെരഞ്ഞെടുപ്പുകളിൽ ഡെമോക്രാറ്റുകൾക്ക്, അതായത് പ്രതിപക്ഷത്തിരിക്കുന്ന ഡെമോക്രാറ്റുകൾക്ക് വലിയ തരത്തിലുള്ള നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടാണ് ഇനിയിപ്പോൾ അടുത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോഴേക്കും അത് ഡെമോക്രാറ്റുകളെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത ഇന്ന് നമുക്ക് മാതൃഭൂമി പത്രത്തിൽ ആ വാർത്ത നമുക്ക് കാണാൻ കഴിയുക. വീണ്ടും കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ജനയുഗം പത്രത്തിൽ നിന്നുള്ളൊരു വാർത്ത എന്ന് പറയുന്നത്
കോടതിയിൽ ചോദ്യം ചെയ്യും എന്നുള്ളതാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേർന്നു. കേസിൽ കക്ഷി ചേരാൻ തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. കോടതിയിൽ അത് ചോദ്യം ചെയ്യാനുള്ള തീരുമാനമാണ് എന്നുള്ളതാണ് ഇന്നിപ്പോൾ ജനയുഗം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദേശാഭിമാനി ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. SIR വേണ്ട, കേരളം കോടതിയിലേക്ക് നിയമോപദേശം തേടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭരണഘടനാ വിരുദ്ധ നടപടിയെന്ന് MV ഗോവിന്ദൻ എന്നടക്കമുള്ള വാർത്തകൾ പറഞ്ഞുകൊണ്ടാണ് ദേശാഭിമാനിയും ഇന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊരു വാർത്ത സ്വർണ്ണക്കൊള്ളയ്ക്ക് രാജ്യാന്തര സ്റ്റൈൽ എന്ന വാർത്തയാണ്. ആ വാർത്ത നമുക്ക് കാണാനാവുക കേരള കൗമുദിയിലുണ്ട്, മറ്റു പത്രങ്ങളിലും ആ വാർത്തയുണ്ട്. പക്ഷേ കേരള കൗമുദി ആ വാർത്ത വളരെ ഈ രാജ്യാന്തര സ്റ്റൈലിലാണ് ഈ സ്വർണ്ണക്കൊള്ള നടന്നതെന്നുള്ള ഹൈക്കോടതിയുടെ പരാമർശം വെച്ചുകൊണ്ടാണ് ആ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വൻ ഗൂഢാലോചനയാണെന്ന് ഹൈക്കോടതി. കുപ്രസിദ്ധ മോഷ്ടാവ് സുഭാഷ് കപൂറിൻ്റെ ഓപ്പറേഷൻ പോലെയാണ് ഇത് നടന്നതെന്നുള്ളതാണ് ഹൈക്കോടതി പറയുന്നത്. വാതിലിന് മല്യ നൽകിയത് 2519.76 ഗ്രാം സ്വർണം, പോറ്റി പൂശിയത് 324.40 ഗ്രാം സ്വർണം മാത്രം. ബാക്കിയുള്ളത് എവിടെ? സ്വർണം ചെമ്പായ വഴി എങ്ങനെ എന്നുള്ളത് മറ്റൊരു വാർത്ത കൂടി അതിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വലിയൊരു വാർത്തയായിട്ടാണ് ഇന്ന് കേരള കൗമുദി വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജന്മഭൂമിയിലെ ഈ വാർത്ത ഇന്ന് കൊടുത്തിട്ടുണ്ട്. അത് ശബരിമലയിൽ അടിമുടി ക്രമക്കേട് എന്നുള്ളതാണ്. 2018 മുതലുള്ള ഇടപാടുകൾ അന്വേഷിക്കണം എന്ന കാര്യം ഇന്നിപ്പോൾ ഹൈക്കോടതി പറഞ്ഞ കാര്യം കൂടി അതിൽ പറയുന്നുണ്ട്. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് 2018 മുതൽ 2025 വരെയുള്ള നിരവധി ഇടപാടുകൾ അന്വേഷിക്കാൻ സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണത്തിന് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തോട് ഹൈക്കോടതി ഉത്തരവിട്ടു എന്നുള്ള വാർത്തയാണ് ജന്മഭൂമി ഇന്ന് ഒന്നാം പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാതൃഭൂമി പത്രത്തിൽ 7-ാം പേജിൽ ഇന്നൊരു വാർത്തയുണ്ട്. അതും ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെയാണ്. സ്വർണ്ണപ്പാളി കേസിൽ ആശങ്ക, ദേവസ്വം ബോർഡിൻ്റെ കാലാവധി നീട്ടില്ല എന്നുള്ളതാണ് ആ വാർത്ത. കണക്കുകൂട്ടലുകൾ തെറ്റിച്ച ശബരിമലയിലെ സ്വർണ്ണപ്പാളി കവർച്ചയിൽ അന്വേഷണം നീണ്ടതോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കാലാവധി നീട്ടാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറി. ബോർഡിൻ്റെ കാലാവധി ഈ മാസം 13 കഴിയും എന്നുള്ളതാണ്. അതായത് ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾക്ക് ഇനി ഒരു ടൈം കൂടി നൽകേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തി എന്നുള്ളതാണ് ആ വാർത്ത. അതാണ് കേരളത്തിൽ നിന്നുള്ള വാർത്തകളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എഡിറ്റോറിയൽ ഏതാണ്ട് എല്ലാ പത്രങ്ങളിലും ഇന്ന് സോഹ്റാൻ മന്ദാനിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണിന്ന് ഉള്ളത്. മാധ്യമം പത്രത്തിലെ എഡിറ്റോറിയൽ ആണ് ഒരു പ്രധാനപ്പെട്ട എഡിറ്റോറിയൽ വന്നിരിക്കുന്നത്. മന്ദാനി ന്യൂയോർക്ക് മേയർ ആവുമ്പോൾ എന്നുള്ളതാണ് എഡിറ്റോറിയൽ. ഒരു മുസ്ലിം ഏഷ്യൻ വംശജൻ ആ സ്ഥാനത്ത് വരുന്നു എന്നതിനേക്കാൾ മന്ദാനി ഉയർത്തിയ പ്രചാരണ മുഖവും മുദ്രാവാക്യങ്ങളും അമേരിക്കൻ വലതുപക്ഷത്തിൻ്റെ പ്രചണ്ഡമായ എതിർപ്പുകളെ തൂത്തെറിഞ്ഞു എന്നതാണ് പ്രശ്നം എന്നത് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് മാധ്യമം എഡിറ്റോറിയൽ എഡിറ്റ് പേജിൽ തന്നെ എഡിറ്റോറിയലായി ഇന്ന് അക്കാര്യം എഴുതിയിരിക്കുന്നത്. മാതൃഭൂമിയിൽ ഇന്നൊരു ലേഖനമാണ്. സിസി ജേക്കബ് ആണ് ലേഖനം എഴുതിയിരിക്കുന്നത്. അത് തന്നെ സിസി ജേക്കബ് ആണ് ലേഖനം എഴുതിയിരിക്കുന്നത്. അതിന് കൊടുത്തിരിക്കുന്ന പേർ മേയർ സഖാവ് എന്നുള്ളതാണ്. അതിൽ എങ്ങനെയാണ് ഡെമോക്രാറ്റ് പാർട്ടിയിലെ തീവ്ര ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി, മുസ്ലിം, പലസ്തീൻ പക്ഷപാതി, ആഫ്രിക്കയിൽ ജനിച്ചവൻ, ഇന്ത്യൻ വംശജൻ, ഇക്കാരണങ്ങളെല്ലാം സമകാലിക മുതലാളിത്ത അമേരിക്കയ്ക്ക് ഒട്ടും ചേരാത്തവനാണ് സൊഹ്റാൻ കൊമെ മന്ദാനി. എന്നിട്ടും അമേരിക്കയിലെ മുതലാളിത്തത്തിൻ്റെ ഇരിപ്പിടമായ ന്യൂയോർക്ക് നഗരം ആ 34-കാരനെ അതിൻ്റെ മേയറായി തിരഞ്ഞെടുത്തു. അതും ആ നഗരത്തിൻ്റെ ആദ്യ മുസ്ലിം മേയർ, ആഫ്രിക്കയിൽ ജനിച്ച ആദ്യ മേയർ, 1892 ശേഷമുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നീ വിശേഷണങ്ങൾ ഇനി അദ്ദേഹത്തിനുള്ളതായിരിക്കും എന്ന അറിവോടെ തന്നെ എന്നുള്ളതാണ്. അതിൽ തന്നെ സോഷ്യലിസ്റ്റ് വാഗ്ദാനങ്ങൾ, തൊഴിലാളികൾക്കൊപ്പം ഡെമോക്രാറ്റുകൾക്ക് ബാധ്യതയാകുമോ മംദാനിയുടെ ജയം, അങ്ങനെ അത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ടൊരു ലേഖനം ഇന്ന് മാതൃഭൂമി പത്രത്തിൽ പ്രത്യേകമായുണ്ട്. പ്രതീക്ഷയുടെ വിജയം എന്നുള്ള എഡിറ്റോറിയൽ കൂടി ഇന്ന് മാതൃഭൂമി പത്രം ഇതുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അടുത്തത് മനോരമയുടെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ആശങ്കയാകുന്ന ഇന്നത്തെ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ഇന്നലെ നടന്ന വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അത്തരത്തിലൊരു എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. ആശങ്ക ഉയർത്തുന്ന മോഡൽ ജനാധിപത്യം, വോട്ടുകൊള്ള ആരോപണത്തിൽ നിഷ്പക്ഷ അന്വേഷണം ആവശ്യമാണ് എന്നത് പറഞ്ഞുകൊണ്ടാണ് മനോരമയുടെ എഡിറ്റോറിയൽ ഇന്ന് ഉള്ളത്. കേരള കൗമുദിയിൽ ഒരു എഡിറ്റ് പേജിൽ തന്നെ ഒരു ലേഖനമുണ്ട്. അത് ഇത്തവണത്തെ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എഡിറ്റോറിയൽ പേജിൽ പ്രസൂൺ കണ്ടെത്ത് എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ്. ബീഹാറിൽ ഇന്ന് ആദ്യഘട്ട വോട്ടെടുപ്പ്, ബെഞ്ചെടുപ്പ് എല്ലാവർക്കും, ട്രെൻഡ് ഇഞ്ചോടിഞ്ച് എന്നുള്ളതാണ്. ആരായിരിക്കും ചിരാഗിൻ്റെ വിലപേശൽ ഏത് തരത്തിലായിരിക്കും മാറ്റങ്ങളുണ്ടാക്കുക, കിഷോറിൻ്റെ എൻട്രി, അതായത് പ്രശാന്ത് കിഷോറിൻ്റെ എൻട്രി
എങ്ങനെയായിരിക്കും, കാട്ടുഭരണവും വികസനവും, അതായത് ലാലു പ്രസാദ് യാദവിൻ്റെ കാലത്തുള്ള കാട്ടുഭരണവും ഇപ്പോഴത്തെ നിതീഷ് കുമാറിൻ്റെ കാലത്തുള്ള വികസനവും ഏത് തരത്തിലാണ് ചർച്ചയാവുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് ഈ ഹെഡ്ലൈൻ ഈ ലേഖനം അതിൽ എഴുതിയിരിക്കുന്നത്. ഒന്ന് രണ്ട് വാർത്തകൾ കൂടി വേഗത്തിൽ പറഞ്ഞു പോയാൽ, PM ശ്രീയിൽ നിന്ന് പിന്മാറണോ എന്നുള്ള കാര്യത്തിൽ നിയമോപദേശം തേടി എന്നുള്ള വാർത്ത മംഗളം പത്രത്തിൻ്റെ 1-ാം പേജിൽ ഇന്നുണ്ട്. ശിവൻകുട്ടി കേന്ദ്രമന്ത്രിയുമായി, അതായത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി കേന്ദ്രമന്ത്രിയുമായി നടത്തുന്ന ചർച്ച നിർണായകമാകും. കേന്ദ്രത്തിൽ സർവശിക്ഷ കെയർ ഫണ്ട് സ്വീകരിച്ച ശേഷം PM ശ്രീ ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലാണ് AG-യുമായി നിയമോപദേശം തേടുക എന്നുള്ളതാണ് മംഗളം പത്രം ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ദേശാഭിമാനിൽ ഒരു വാർത്ത കൂടിയുണ്ട്. അത് ഇങ്ങനെയാണ്: വ്യവസായ കുതിപ്പ് അതിവേഗം, ഒറ്റ ദിവസം 1690 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ടെക്നോ പാർക്കിൽ 50 കോടി രൂപയുടെ മെറിഡിയൻ ടെക് പാർക്കും എടയാറിൽ 800 കോടിയുടെ ഇൻഡസ്ട്രിയൽ ലോജിസ്റ്റിക്സ് പാർക്ക്, 2 പദ്ധതികളുടെ ധാരണാപത്രം കൈമാറി എന്നുള്ളതാണ്. തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ TVK തീരുമാനിച്ച വാർത്ത കൂടി കേരളമോദി ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. NDA നീക്കം ഫലിച്ചില്ല, വിജയ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുന്നുള്ള വാർത്ത അവിടെയുണ്ട്. ഒറ്റ വാർത്ത കൂടിയുള്ളൂ, അത് മാതൃഭൂമി പത്രത്തിലെ വാർത്തയാണ്. അത് മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വാർത്ത കൂടി ആയതുകൊണ്ടാണ്. അത് ഇങ്ങനെയാണ്, 7-ാം പേജിലാണ് ആ വാർത്തയുള്ളത്. മാധ്യമങ്ങൾ പാടില്ലെന്ന് പറഞ്ഞെന്ന് സംഘാടകർ, ഇല്ലെന്ന് സുരേഷ് ഗോപി. ഇന്നലെ തൃശ്ശൂരിൽ നടന്ന ഒരു പരിപാടിയിൽ മാധ്യമങ്ങൾ പാടില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞതുകൊണ്ട് മാധ്യമങ്ങൾ അടുപ്പിച്ചില്ല എന്നൊരു വാർത്ത ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട വിമർശനം തൃശ്ശൂരിൽ ഉയരുന്നു എന്നുള്ള വാർത്തയാണ് 7-ാം പേജിൽ നിന്ന്. മറ്റു പത്രങ്ങളിൽ ആ വാർത്ത കണ്ടില്ല, അതുകൊണ്ടാണ് ആ വാർത്ത പ്രത്യേകമായി പറഞ്ഞത്. ഇതൊക്കെയാണ് പല അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലൊക്കെ വലിയ തരത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളുടെ ഏതാണ്ടൊരു വിശകലനമായി നമുക്ക് പറയാൻ കഴിയും.